അവൾക്കൊരു ക്ഷീണവും ഇല്ല. നീ ആയിട്ടുണ്ടാക്കായിരുന്നാ മതി. എടാ, വാക്കുകൾ കൊണ്ടുപോലും ഒരാളെയും തളർത്തരുത്. ഒരാൾ ചാകാൻ കിടക്കുകയാണെങ്കിൽ പോലും ഇത് രോഗമേ അല്ല, ഈസി ആയിട്ട് രക്ഷപ്പെടുമെന്ന് ധൈര്യം കൊടുക്കുകയാ വേണ്ടത്. അതെങ്ങനെയാ? വല്ല പുസ്തകം വായിക്കണ്ടേ? ഏത് സമയത്തെങ്കിലും മൊബൈലും കുത്തിപ്പിടിച്ചിരിക്കുകയല്ലേ? എടാ, വലിയ വലിയ മഹാന്മാരുടെ ജീവചരിത്രമൊക്കെ എടുത്ത് വായിക്കണം. എന്നാലേ ആരോട് എപ്പോൾ എന്ത് പറയണമെന്നുള്ള വിവരം ഉണ്ടാവും. പോ, നീ പുറത്തു പോയിരുന്ന് വായിക്ക്. ചെല്ല്. നീ ഇതൊന്നും കാര്യാക്കണ്ട. വളർന്നു വരാനുള്ള ആൺചെറുക്കനാ, മറ്റുള്ളവർക്ക് ആശ്വാസവും കരുതലുമാകേണ്ടവൻ. വാക്കുകൾ ഇപ്പോഴേ സൂക്ഷിച്ച് പ്രയോഗിക്കാൻ ശീലിപ്പിക്കണം. അല്ലാതെ കതിരിന്മേൽ കൊണ്ട് വളം വെച്ചിട്ട് ഒരു കാര്യവുമില്ല. കർക്കിടക പാതിരകളും ഇടവപ്പാതിയും മീനച്ചൂടും എന്റെ ആത്മവിശ്വാസത്തെ എപ്പോഴും വർദ്ധിപ്പിച്ചിട്ടേ ഉള്ളൂ. കഴുത്തു കൊയ്യാൻ നീണ്ട ആയുധങ്ങളുമായി വരുന്നവരുടെ മുന്നിൽ ചിരിച്ചുകൊണ്ടു നിൽക്കുന്ന ഗിരിരാജവർമ്മയുടെ ധാർഷ്ട്യത്തിന് മുന്നിൽ ശത്രുക്കൾ പതറി വീണ ചരിത്രമേ ഉള്ളൂ. ഇഷ്ടമുള്ള വിനോദമെന്തെന്ന് ആരെങ്കിലും എന്നോട് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ: ശത്രു സംഹാരം. അഖില എനിക്ക് ഒത്ത എതിരാളിയാണ്. തൃച്ചംബരം നശിപ്പിക്കാതെ എന്റെ ജീവൻ അകാലത്തിലെങ്ങാനും പൊലിഞ്ഞാൽ ഗതി കിട്ടാത്ത പ്രേതം പോലെ എന്റെ ആത്മാവ് അലഞ്ഞു നടക്കും. സത്യം. അങ്കിൾ, ഞാൻ സ്പീക്കറിലിടാം. ഇത് വിലാസിന് വേണ്ടിയാ. അങ്കിളും കൂടെ കേട്ടോ. ഹലോ പ്രിയങ്കേ. പറയാണ്ടി. ഡോക്ടർ വന്നിരുന്നു. എന്നിട്ട് എന്തായി ആന്റി? ഔട്ട് ഹൗസിൽ പോയി കല്യാണിയെ പരിശോധിച്ച ശേഷം ഡോക്ടർ ഇങ്ങോട്ട് അഖിലയെ കാണാനാ വന്നത്. എന്നിട്ട് ഡോക്ടർ എന്ത് പറഞ്ഞു? പറയത്തക്ക വല്ല വിശേഷം ഉണ്ടാക്കിയോ അവള്? അതെ, ഡോക്ടർ അഖിലയോട് സംസാരിക്കുന്നത് ഞാൻ ഒളിച്ചു നിന്നാ കേട്ടത്. അതുകൊണ്ട് എല്ലാം ഒന്നും വ്യക്തമായില്ല. ടെറസിൽ പോയി ഔട്ട് ഹൗസിലേക്ക് നോക്കിയിരിക്കുകയായിരിക്കും. പാവം. എനിക്കാണെങ്കിൽ വല്ലാത്ത ടെൻഷൻ സുഖം. ഇത് പിന്നെ അവിടെ പോയി കിടന്നിട്ട് ഉറക്കവും വരുന്നില്ല. എനിക്കും മനസ്സിലായി.
ഇവിടുത്തെ കാര്യമൊക്കെ പറയാതിരിക്കുക വേണം. നീ എന്തോ ഉറങ്ങിയില്ലേ? ഞാൻ സുബണ്ണന്റെ കൂടി കളഞ്ഞല്ലേ. സുബണ്ണ അച്ഛൻ വന്നു. സുബണ്ണ ഉറങ്ങിക്കോ. ശരി, ഉറങ്ങിക്കോളൂ. ഞാൻ വിളിച്ചേക്കാം. ഗുഡ് നൈറ്റ്. ഉറക്കം വന്നില്ല അച്ഛാ. മനസ്സിലെന്തോ ഒരു ഭാരം. അതൊന്ന് കുറയ്ക്കാനാ പാവം സുബണ്ണന്റെ കൂടി ഞാൻ കളഞ്ഞത്. അല്ല, അച്ഛനെന്താ ഈ ടൈമില്? മോനെ, അമ്മയെ മുറിയിലൊന്നും കാണുന്നില്ല. അമ്മയെ കാണാനില്ലെന്നോ? അച്ഛൻ എന്തൊക്കെയാ പറയുന്നേ? അതെ, ടെറസിലുണ്ടാവുന്ന കരുതി അവിടെ പോയി നോക്കി. അവളവിടെയില്ല. അല്ല, ഇത് ഞാൻ ഒന്ന് വിളിച്ചോക്കാം. വേണ്ട, വിളിക്കണ്ട. മൊബൈല് റൂമിൽ വെച്ചിട്ടാ പോയെ. അച്ഛ പേടിക്കാനൊന്നുമില്ല. അമ്മ എവിടെ എവിടെയൊക്കെ കാണും. നമുക്ക് നോക്കാം. നീ അങ്ങനെ ചെറുതാവാനുള്ളവനല്ല. തച്ചമ്പരത്തെ ആരെക്കാളും വലിയ മനസ്സാണ് നിനക്കുള്ളത്. നിന്റെ മുഖത്ത് നോക്കുമ്പോൾ നിന്റെ ഉള്ളിലെ നന്മ എനിക്ക് വായിച്ചെടുക്കാം. എന്നെ തേടി വന്ന നിന്റെ ഭാര്യയില്ലേ നന്ദന, അവൾ നീ എന്ന തണൽ മരത്തിന്റെ കീഴിൽ എന്നും സന്തോഷവതിയായി തന്നെ ഇരിക്കും. തൃച്ചമ്പരത്തെ കെടാവിളക്കാണവൾ. നീ എന്ന പുണ്യം നെറുകെ സിന്ദൂരരേഖയായി ചാർത്തുന്ന കാലം വരെ ആ കെടാവിളക്കണയില്ല. നീ എന്നോട് ഒരു മോശവും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നിന്നോട് എനിക്കൊരു പരിഭവവും ഇല്ല. ഞാൻ ഒരു ചായ എടുക്കട്ടെ? ഏയ്, ചായ ഒന്നും വേണ്ട. ഓപ്പോളമോട് മനസ്സുറന്ന് സംസാരിച്ചപ്പോ തന്നെ മനസ്സിലാ ഭാരം കൊണ്ട് പോയ പോലെ. ഇഷ്ടാണെങ്കിൽ കുറച്ച് പൊടിയരിക്കഞ്ഞി എടുക്കട്ടെ? പൊടിയരിക്കഞ്ഞിണ്ടാ? പൊടിയരിക്കഞ്ഞി മാത്രല്ല അനിയും കുഞ്ഞെ, അനിയും കുഞ്ഞിന് ഇഷ്ടമുള്ള ചുട്ടരച്ച ചമ്മന്തി കൂടി ഉണ്ട്. ചുട്ടരച്ച ചമ്മന്തിയാ? അപ്പൊ ഞാൻ പോയിട്ടേ നന്ദനായിട്ട് വരാം. ദേ, അതിനു മുമ്പ് തീർത്തേക്കരുന്ന ആ തടിയോടൊന്ന് പറഞ്ഞു കിട്ടാ. ആ എന്നാ മാഡം, ഞാനങ്ങോട്ട്. എന്താ മാഡം പോലീസൊക്കെ? അയ്യോ ചേച്ചി, പോലീസ്! അയ്യോ, നമ്മുടെ ആനന്ദിന് ഇനിയിപ്പോ എന്തെങ്കിലും. ഞാൻ രാജശേഖരൻ തമ്പി, DYSP ആണ്. എന്നെ മാഡത്തിന് നന്നായിട്ട് അറിയാം. തൃച്ചംബരത്ത് ഇന്നു വരെ വന്ന ഒരു പോലീസുകാരനും കാശ് ഇതുപോലെ കവർന്നെടുത്ത് പോയിട്ടില്ല. ഞങ്ങൾ ദാനം കൊടുത്തിട്ടേ ഉള്ളൂ. ബട്ട് യു ക്രോസ്ഡ് ദ ലിമിറ്റ്. മറ്റൊരാളിൽ നിന്ന് അച്ചാരം വാങ്ങി അഖിലാണ്ടേശ്വരിയെ തോൽപ്പിക്കാമെന്ന വ്യാമോഹം നടക്കില്ലത്. നടന്ന ചരിത്രമില്ല ഇതുവരെ. താൻ ഉപ്പ് തിന്നു, ഇനി വെള്ളം കുടിക്കാനാണ് വിധി. ആൻഡ് യു ജസ്റ്റ് ഗെറ്റ് ലോസ്റ്റ്. അന്ന് മാഡം എനിക്ക് കൽപ്പിച്ചു തന്ന സസ്പെൻഷൻ പിൻവലിക്കാൻ ഞാൻ ഒരുപാട് പാടുപെട്ടു. സാറേ ഇരിക്കും. എന്താ സാർ ഇപ്പൊ ഇങ്ങോട്ട്? എന്തെങ്കിലും കാര്യമില്ലാതെ എനിക്ക് തൃച്ചംബരത്തേക്ക് വന്ന് നിങ്ങളെ മുഖം കാണിക്കേണ്ട ഗതികേടൊന്നും ഇതുവരെ വന്നിട്ടില്ല. എന്താ നീങ്കൂട്ട? എന്താ കാര്യം? നീ എന്തിനാ കിതക്കുന്നേ? എന്താ കാര്യം? തൃച്ചംബരത്ത് തൃച്ചംബരത്ത്
ചേച്ചി തൃച്ചംബരത്തെ പോലീസ് വന്നിരിക്കുന്നു. എന്റെ വിളപ്പുറത്തമ്മേ ചതിച്ച ഈശ്വര, എന്റെ എന്തെങ്കിലും. ചേച്ചി കരയില്ലേ ചേച്ചി? അതൊന്നും ആയിരിക്കില്ല ചേച്ചി. ചേച്ചി വിഷമിക്കാതെ. എന്റെ ഈശ്വര, എന്താ ഇവിടെ ബഹളം? ഇവളെന്തിനാ നിലവിളിക്കുന്നത്? ഇവിടെ ആരെയും ചത്തോ? ചോദിച്ചത് കേട്ടില്ലേ? എന്താ ഇവിടെ ഉണ്ടായെന്ന്? ഒപ്പളമേ തൃച്ചംബരത്ത് ഒരു ജീപ്പ് നിറയെ പോലീസ് വന്നിരിക്കുന്നു. അതിന് ഇവൾക്കെന്താ? കരയാടി. ഓ, നിന്റെ ഭർത്താവിന് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെന്ന് കരുതിയായിരിക്കും കരയുന്നത്. അവനൊന്നും വരില്ല. അല്ല, എന്തോ പ്രശ്നമുണ്ട്. അല്ലെങ്കിൽ ഈ സമയത്ത് തൃച്ചംബരത്ത് പോലീസ് വരില്ല. എന്തോ പ്രശ്നമുണ്ട്. കല്യാണി, ഭാര്യയെ ചോദ്യം ചെയ്യുമ്പോ സ്നേഹസമ്പന്നനായ ഏതൊരു ഭർത്താവിനും ഉണ്ടാകുന്ന ചേതോവികാരമാണ് താങ്കൾ പ്രകടിപ്പിച്ചത്. പക്ഷേ ഞങ്ങൾക്ക് ഉത്തരം കിട്ടേണ്ടത് അഖില മാഡത്തിൽ നിന്നുമാണ്. ആനന്ദകൃഷ്ണൻ എവിടെ? സർ, ആനന്ദ് കൃഷ്ണൻ എന്റെ മകനാ. അവൻ എവിടെ പോയി എന്നറിയാതെ വിഷമിച്ച് തീ തിന്ന് കഴിയുന്ന ഒരു അമ്മയാ ഞാൻ. വികാരപ്രകടനങ്ങൾക്ക് മുന്നിൽ പോലീസ് അലിയില്ല മാഡം. കാരണം ഞങ്ങൾ അന്വേഷിക്കുന്നത് ക്രൈമാണ്. കുറ്റം ചെയ്തവരെ ഏതു മാർഗം സ്വീകരിച്ചും കണ്ടെത്തണം. അവരെ പരമോന്നത നീതിപീഠത്തിന് മുന്നിൽ ഹാജരാക്കണം. ഞങ്ങളിൽ നിക്ഷിപ്തമായിരിക്കുന്ന ജോലി അതാണ്. കണ്ണീരുകൊണ്ട് ചെയ്ത കുറ്റം നിങ്ങൾ കഴുകിക്കളയാമെന്ന് തെറ്റിദ്ധരിക്കരുത്. ഇതുപോലെ പ്രമാദമായ ഒരു കേസ് വന്നാൽ ഞങ്ങൾ അതിന്റെ ഇൻവെസ്റ്റിഗേഷന് വെറുതെ ഇങ്ങ് വന്ന് കയറുകയല്ല സാർ ചെയ്യുന്നത്. കേസ് നടക്കുന്ന സ്ഥലത്തെ എല്ലാ ഹിസ്റ്ററികളും ഞങ്ങൾ സ്റ്റഡി ചെയ്യും. ഒരു കുറ്റകൃത്യം ഉണ്ടാവാൻ തക്കതായ മോട്ടീവ് അവിടെ ഉണ്ടോ എന്നതുൾപ്പെടെ. തൃച്ചംബരത്തെ വേലക്കാരിയെ വിവാഹം കഴിച്ചുകൊണ്ട് മകൻ കയറി വന്നപ്പോ ആ മകനെ ആട്ടി പുറത്താക്കിയതാണ് നിങ്ങളുടെ ഈ ഭാര്യ. പരാതിയിൽ പറയുന്ന പ്രകാരം സ്വന്തം മകനെ പടിയടച്ച് പിണ്ടം വയ്ക്കാൻ വരെ അഖില മാഡം തയ്യാറായിരുന്നു. ഹിന്ദു ആചാരം അനുസരിച്ച് പടിയടച്ച് പിണ്ടം വയ്ക്കുക എന്ന് പറഞ്ഞാൽ ശവസംസ്കാരം നടത്തിക്കഴിഞ്ഞു എന്ന് തന്നെയാണ് അർത്ഥം. ആ ഒരു മാനസികാവസ്ഥയിലേക്ക് എത്തിയ തൃച്ചംബരത്തെ അഖിലാണ്ടേശ്വരി എന്ന അമ്മ മകനെ കൊല്ലാൻ വരെ മടിക്കില്ല എന്ന് എങ്ങനെ പറയാൻ കഴിയും? പ്ലീസ്. എന്റെ മകൻ, അവനെ ഉദരത്തിൽ ഞാൻ അറിഞ്ഞതു മുതൽ ഇന്നുവരെ എന്റെ മനസ്സിൽ എന്താണെന്നുള്ളത് എനിക്കേ അറിയൂ. മകൻ എന്താണെന്ന് പ്രസവിച്ച സ്ത്രീകൾക്ക് മാത്രമേ അറിയൂ. ഹേബിയസ് കോർപ്പസ് അടിച്ചു തന്നവർക്ക് അതറിയില്ല. ഞാൻ നൊന്തു പ്രസവിച്ച എന്റെ പൊന്നുമോനെ കാണാനില്ലെന്ന് പറഞ്ഞ് അവനെ തിരിച്ചു തരണമെന്ന് കാണിച്ച് എന്തുകൊണ്ട് അവന്റെ ഭാര്യയ്ക്കെതിരെ ഞാനൊരു ഹേബിയസ് കോർപ്പസ് ഫയൽ ചെയ്തില്ല? അവൻ എന്നിൽ നിന്ന് അകന്നിട്ട് നാളുകളായിട്ട് അവളുടെ കൂടെയായിരുന്നു. അവൻ എവിടെയെന്ന് അവളോട് ചോദിക്കാനുള്ള അവകാശം എനിക്കില്ലേ? അവനെ കാണാതായിട്ട് ഇന്നാണോ പോലീസ് പരാതിപ്പെട്ടത്? ആരാ പരാതിക്കാരൻ? എനിക്കൊന്നും അറിയില്ല. അതെ, നിനക്കൊന്നും അറിയില്ല. നിനക്കെന്നല്ല, ആർക്കും ഒന്നും അറിയില്ല. തൃച്ചംബരത്ത് പോലീസ് വന്നെങ്കിൽ അതിന്റെ കാരണം എനിക്കറിയാം. കാരണം ഞാൻ ഹൈക്കോടതിയിൽ ഹേബിയസ് കോർപ്പസ് ഫയൽ ചെയ്തിട്ടാ പോലീസ് വന്നത്. ഓ,
ചേച്ചിക്കും അനിയനും അറിയില്ലായിരിക്കും അതെന്താണെന്ന്. ഹേബിയസ് കോർപ്പസ് എന്ന് പറഞ്ഞാൽ പണവും സ്വാധീനമുള്ളവരോട് കളിക്കുമ്പോൾ നീതി കിട്ടാനുള്ളൊരു മാർഗമാണ്. അതേടി, നിന്റെ ഭർത്താവിനെ തൃച്ചംബരത്തെ അഖിലാണ്ടേശ്വരി അന്യായമായി തടവിൽ പാർപ്പിച്ചിരിക്കുന്നു. നിനക്കവന് വിട്ട് കിട്ടണമെന്ന് പറഞ്ഞ് സമർപ്പിച്ച റിട്ടാണ്. ഇനി കളി മാറും. അമ്മയോടുള്ള അമിത സ്നേഹം കൊണ്ട് മകൻ കളിച്ചതാണോ, അതോ അമ്മയും മകനും ചേർന്നുകൊണ്ടുള്ള ഒത്തുകളിയാണോ ഇത്? എല്ലാം പോലീസ് ഇപ്പോൾ കണ്ടെത്തും. ഒടുവിലിതാ സ്വന്തം മകനെ തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരി അന്യായമായി തടങ്കലിൽ പാർപ്പിച്ചിരിക്കുന്നു എന്നും പറഞ്ഞ് ഹേബിയസ് കോർപ്പസ് ഫയൽ ചെയ്തിരിക്കുക. അപമാനത്തിന്റെ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തിയിരിക്കുന്നു കല്യാണി. ആനയും അമ്പാരിയും ഉണ്ടായിരുന്നിട്ട് പോലും ഒരു വേലക്കാരി പെണ്ണിന്റെ കരുനീക്കം കണ്ടുപിടിക്കാനായില്ലല്ലോ ആർക്കും. എത്തിയല്ലോ ശകുനിയുടെ തന്ത്രമറിയാവുന്ന ആൾ. എന്താ അവളെ ഹേബിയസ് കോർപ്പസ് ഫയൽ ചെയ്തു അല്ലേ? അയ്യോ, പ്രിയങ്ക അതെങ്ങനെ? ശ്രീനി വിളിച്ചിരുന്നു. പ്രിയങ്ക അവൾക്കറിയാം ആനയെ പിടിച്ചു നിർത്താൻ മൂക്കുകാരല്ല വേണ്ടതെന്ന്. പെട്ടില്ലേ എല്ലാം. മുറിവേറ്റ പെൺമനസ്സിന്റെ പ്രതികാരോ ഇതൊക്കെ. പക്ഷേ അവിടെ നിങ്ങളെയൊക്കെ നോക്കുകുത്തിയാക്കി മാറ്റി എന്നുള്ളതാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്നത്. എന്റെ അത്ഭുതവും സംശയവും അതൊന്നുമല്ല പ്രിയങ്ക. അന്ന് സ്റ്റേ ഓർഡർ കരസ്ഥമാക്കാൻ കോടതിയെ സമീപിച്ചത് അവളുടെ ബുദ്ധിയൊന്നും ആയിരുന്നില്ല. അവൾക്ക് അതിനെക്കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു. അരവിന്ദും നന്ദനയും ചേർന്ന് അത് ചെയ്യിച്ചത്. അതുപോലെ ഒരു ഹേബിയസ് കോർപ്പസ് റിട്ട് കൊടുക്കാനൊന്നും അവക്കറിയില്ല. അഖിലയ്ക്കെതിരെ ആയതുകൊണ്ട് അരവിന്ദോ നന്ദനയോ ഇതിന് പിന്നിലുണ്ടാവാൻ ഒരു സാധ്യതയുമില്ല. പിന്നെ ആര്? ഇനി മറഞ്ഞിരിക്കുന്ന ആനന്ദ് തന്നെയാണോ ഇതിന് പിന്നിലെന്നായി എന്റെ സംശയം. കല്യാണി, എന്റെ ബ്രോയുടെ തിരോധാനത്തിന് പിന്നിൽ അമ്മയുണ്ടോന്ന് ഞാനും സംശയിക്കുന്നുണ്ട്. എന്തിന്? എന്റെ അച്ഛന് പോലും സംശയമുണ്ട്. എന്തുകൊണ്ട് ഞങ്ങളൊരു ഹേബിയസ് കോർപ്പസ് ഫയൽ ചെയ്തില്ല? അങ്ങനെ ഒരു അന്വേഷണം ഉണ്ടായ അത് ഉണ്ടാക്കാൻ പോകുന്ന ഭവിഷ്യത്തുകളെ കുറിച്ച് ഞങ്ങൾ മുൻകൂട്ടി കണ്ടു. ബ്രാൻഡ് അംബാസിഡർക്കെതിരെയുള്ള സ്റ്റേ ഇല്ലാതാക്കാനെ ഞാനും നന്ദനയും കൂടി കല്യാണി കൊണ്ടൊരു പേപ്പറിൽ സൈൻ ചെയ്ത സ്റ്റേ ഇല്ലാതാക്കിയതിനെ ബ്രോയുടെ കയ്യ കരണത്ത് പതിഞ്ഞത് ഓർമ്മയുണ്ടോ കല്യാണിക്ക്? അമ്മയ്ക്കെതിരെ അങ്ങനെ ഒരു നീക്കം രഹസ്യമായി നടത്തിയതിന്റെ ഒരു ശിക്ഷയായിരുന്നു അത്. അമ്മയ്ക്കെതിരെ രഹസ്യമായിട്ടൊരു ഹേബിയസ് കോർപ്പസ് ഫയൽ ചെയ്യാൻ മാത്രം കല്യാണി വളർന്നു. ഇന്ന് വരെയുള്ള എന്റെ ധാരണകൾ മുഴുവൻ തെറ്റാ. ഇല്ല കുഞ്ഞ്, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല, ചെയ്യില്ല. എന്നെ തൃച്ചംബരത്തെ മരുമകളായി വലിയ ഭാര്യയായും അംഗീകരിക്കാത്തതില് എനിക്ക് ഒരു വിഷമവും അഖില മേഡത്തിനോട് തോന്നിയിട്ടില്ല. ഇന്ന് വരെ ഞാൻ അഖില മേഡത്തിനെതിരെ ഒന്നും ചിന്തിച്ചിട്ടില്ല. എന്റെ പ്രാർത്ഥനകളിൽ ആദ്യം വരുന്ന പേര് അഖില മേഡത്തിന്റെ. സമ്പത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, സ്നേഹത്തിന്റെ കാര്യത്തിലും കോടീശ്വരി എന്റെ അമ്മ. കോടതി ഉത്തരവായിട്ടുള്ള പേപ്പറിൽ കല്യാണി നൽകിയ ഹർജി എങ്ങനെ കള്ളമായിട്ട് വരും? വാദി കല്യാണിയാണ്. അനിയൻ, ഞാൻ അങ്ങനെ ഒരു പരാതി നൽകിയിട്ടില്ല. ഇവിടെ ഓപ്പോളമ്മ ചെയ്തതാ അത്. കല്യാണിയുടെ അറിവോ സമ്മതമോ ഒപ്പോ ഇല്ലാതെ എങ്ങനെ ഒരു റിട്ട് നേടിയെടുക്കാനാവും? കല്യാണി കള്ളം പറയില്ലെന്ന് വിശ്വസിക്കുന്നതാണ് ഞാൻ. ഇല്ല, എനിക്ക് ആ കല്യാണിയുടെ മാറ്റാ ഞാൻ ആലോചിക്കുന്നത്. ഉടുതുണിക്ക് മറുതുണിയില്ലാതെ തൃച്ചംബരത്തേക്ക് വന്നു കയറിയ പെണ്ണ. ദാസേട്ടന്റെ മോളല്ലേ എന്ന് വിചാരിച്ച് ചേച്ചി അവക്ക് ജോലിയും കൊടുത്തു. അത് മാത്രോ, ഹെർബൽ ബ്യൂട്ടി പ്രോഡക്റ്റിന്റെ ബ്രാൻഡ് അംബാസിഡർ വരെ ആക്കി മാറ്റിയില്ലേ ചേച്ചി? കൈ നിറയെ പണം വന്നപ്പോ അവള് സ്വയം മറന്നു. വളർത്തിയവരെയും കൈപിടിച്ച് ഉയർത്തിയവരെയും ഒക്കെ വെല്ലുവിളിക്കത്തക്ക രീതിയിൽ പാകപ്പെട്ടു പോയവള്. മരയോന്ത് പോലും ഇത്രയ്ക്ക് നിറം മാറില്ല ചേച്ചി. ചേച്ചിയുടെ കരളം പറിച്ചോണ്ട് പോയതും പോരാഞ്ഞ് ഇന്ന് അവള് ചേച്ചിക്കെതിരെ അങ്ങ് ഹൈക്കോടതിയിൽ കേസ് കൊടുത്തിരിക്കുക. അത് ഹേബിയസ് കോർപ്പസ്. എന്റെ ഈ
ഈശ്വരാ, ഇവക്കൊക്കെ എങ്ങനെ മനസ്സ് വരുന്നോ എന്തോ. അമ്മ സ്വന്തം മകനെ ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന അത്ര. ചേച്ചി പറഞ്ഞതുപോലെ അമ്മമാരും സ്വന്തം മക്കളെ ജീവരക്തത്തിലൂടെ അന്നമൂട്ടി ഒളിപ്പിച്ചു വെച്ചിരിക്കും 10 മാസം. ആ തടവറയിൽ നിന്നും പുറത്തു വന്ന ഇവരൊക്കെ അങ്ങ് സുപ്രീം കോടതിയിൽ നിന്ന് വിധി നേടിയെടുത്താലും ആ ബന്ധം ഇല്ലാതാകില്ല. അതല്ലേ അമ്മയും മക്കളും തമ്മിലുള്ള ബന്ധം. ആ ബന്ധത്തിന്റെ ആഴം പോലും മനസ്സിലാക്കാതെ അവളുടെ ഒരു ഹേബിയസ് കോർപ്പസ്. എല്ലാം അപ്പ തന്നെ ഞാൻ അറിയുന്നു. ഭഗവാനോട് പ്രാർത്ഥിക്കാനും ഇവിടെ വന്ന് വാക്കുകൾ കൊണ്ട് ആശ്വസിപ്പിക്കാനുമല്ലാതെ എന്റെ കയ്യിൽ മറ്റു പോംവഴികളൊന്നുമില്ല. അസ്വസ്ഥരായിരിക്കുന്നവരോട് നിരന്തരം ഊരുവിടുന്ന ആശ്വാസവാക്കുകൾ ചിലപ്പോ ആശ്വാസമേകില്ലെന്നും വന്നേക്കാം. ഒന്നിന് പുറകെ ഒന്നായി തുടരെ തുടരെ പ്രശ്നങ്ങളാണ് ഗുരുജി. ഒന്നിനും ഒരു സമാധാനമില്ല. സമചിത്തതയാണ് വിജയവാതിലിന്റെ താക്കോൽ. ഏതു സന്തുഷ്ട ജീവിതത്തിലും കാണും തെല്ല് കൂരിട്ട്. ദുഃഖം കൊണ്ട് സന്തുലിതമല്ലെങ്കിൽ സന്തോഷമെന്ന വാക്കിന് അർത്ഥമില്ലെന്നതാണ് ശരി. കാര്യങ്ങളൊക്കെ വരും പോലെ വരട്ടെ. അവയെ ക്ഷമയോടെയും സമചിത്തതയോടെയും നേരിടുക. നമസ്കാരം ഗുരുജി. ഉല്ലാസിനെ, ഗുരുജി വന്നിരിക്കുന്നെന്ന് അഖിലയോട് പറയാം. ശരി ശിവരാമേട്ട. ആനന്ദിനെ കുറിച്ചുള്ള ഒരു വിവരവും ഇതുവരെ കിട്ടിയില്ലേ? ഇല്ല ഗുരുജി. ആനന്ദിനിപ്പോ യമകണ്ഠ കാലമാണ്. ഗ്രഹണം അനിവാര്യം. ചിലതൊക്കെ അന്ധകാരത്തിൽ മറയ്ക്കപ്പെടും. അത് കാലഹിതം. വസന്തവും ശിശിരവും ഹേമന്തവും ഗ്രീഷ്മവുമൊക്കെ മാറി മാറി വരുന്നതുപോലെ മനുഷ്യജീവിതത്തിനും അവസ്ഥാന്തരങ്ങളുണ്ട്. മറ്റെല്ലായിടത്തുമുള്ളതുപോലെ തന്നെ തൃച്ചംബരത്തിനുമുണ്ട് പ്രശ്നങ്ങൾ. എന്റെ മനസ്സിനെ എനിക്ക് നിയന്ത്രിക്കാനൊക്കുന്നില്ല. ശാന്തിയോ സമാധാനമോ ഇല്ലാതായിട്ട് നാളുകളായി. ഋഗ്വേദത്തിൽ ഒരു ഭാഗത്ത് ഇങ്ങനെ പറയും: അസ്വസ്ഥ ദേവതയെ അകന്നു പോകൂ എന്ന്. അകന്നകന്ന് അങ്ങ് അകലങ്ങളിൽ ചെന്നിട്ട് അഷ്ടദിക്പാലകരിൽ ഒരാളായ നിര്യതയോട് പറയണം, വളരെയുണ്ട് ജീവിച്ചിരിക്കുന്നവന്റെ മനസ്സിലെന്ന്. ഇപ്പോ നമ്മുടെ മനസ്സുകളെ പോലും തകർത്തു കളയുന്ന അവസ്ഥയിലേക്ക് ദശാസന്ധി തകിടം മറിഞ്ഞിരിക്കുന്നു. അനുഭവിക്കാതെ തരമില്ല. ഗുരുജി, പ്രശ്നപരിഹാരത്തിന് വല്ല പൂജയോ ഹോമങ്ങളോ? അതിന് നവഗ്രഹ പൂജയാണ് ചെയ്യേണ്ടത്. അത് ഞാൻ ചെയ്തു കഴിഞ്ഞു. മനസ്സ് ഭഗവത് സന്നിധിയിൽ തന്നെ സമർപ്പിക്കുക. അതല്ലാതെ മറ്റൊരു മാർഗവുമില്ല. ആരെയാ നീ കണിയേണ്ടത്? ഏതായാലും എന്നെയല്ല. കാര്യം ഞാൻ മുഖം മൂടി പൊതിച്ചാ കിടന്ന് ഉറങ്ങുന്നത്. അതുമാത്രമല്ല, എന്നെ കണ്ട ഭക്ഷണപ്രിയവും പരസ്പര സ്നേഹവുമാണ് ഫലം. അയ്യോ, പരസ്പര സ്നേഹത്തിന്റെ ഒരാള്. ഭക്ഷണമായിട്ടുള്ള പരസ്പര സ്നേഹം ആയിരിക്കും. അതെ, കണ്ടോ, ഇതാ ഞാൻ പറഞ്ഞത്. ആന്റിയുടെ ഇന്നത്തെ കണി ശരിയല്ലാന്ന്. ഇന്ന് ആരെയാ ആന്റി കണിയേണ്ടത്? വേറെ ആരെയാ? ആ ഗുരുജിയെ തന്നെ. ആഹാ, നേരം വെളുത്തപ്പോ അയാൾ ഇങ്ങോട്ട് വന്നോ? എന്നിട്ട് എന്തു പറഞ്ഞു അയാള്? വല്ല പൂജയും കൂടി പറഞ്ഞു അയാള്? അതോ ആനന്ദേട്ടൻ എവിടെ ഉണ്ടെന്ന് ഗണിച്ചു പറഞ്ഞോ? അതൊന്നുമല്ല, ഇനിയും എന്തോ ദുരന്തം തൃച്ചംബരത്തുണ്ടാകാൻ പോകുന്നു. ഇയാൾ എന്താ ആന്റി ദുരന്തങ്ങൾ പ്രവചിക്കാൻ മാത്രമാണ് തൃച്ചംബരത്തേക്ക് വരുന്നത്? വാ തുറന്നാ ഒന്നുകിൽ പൂജ, ഇല്ലെങ്കിൽ ദുരന്തം.
ആന്റി നോക്കിക്കോ, ആ പോലീസുകാരെങ്ങനെ എന്നെ ചോദ്യം ചെയ്താ ആനന്ദേട്ടനെ തട്ടിക്കൊണ്ട് പോയത് ഇയാളാണെന്ന് ഞാൻ പറഞ്ഞു കൊടുക്കും. അങ്ങനെയൊന്നുമല്ല. ആ ഗുരുജി പറയുന്നതൊന്നും പാഴാകാറില്ല. കല്യാണിയാണ് തൃച്ചംബരത്തെ മൂത്ത മരുമകളായി വരാൻ പോകുന്നതെന്ന് ആദ്യം പ്രവചിച്ചത് ഗുരുജിയാ. അതുകൊണ്ട് തന്നെ അതിനെ എങ്ങനെ നുള്ളിക്കളയാൻ പറ്റില്ല. ആന്റി, എന്നെ കൂടി പേടിപ്പിക്കാതെ. ചില കാര്യങ്ങൾ പേടിക്കേണ്ടതായി തോന്നിയാ പേടിക്കണം. ആ പേടി ഉണ്ടെങ്കിലേ അതിനെ നേരിടാൻ നമുക്ക് മുൻകരുതലുകൾ എടുക്കാൻ പറ്റൂ. ദുരന്തം എന്താണെന്ന് അറിഞ്ഞാലല്ലേ നമുക്ക് അതനുസരിച്ച് മുൻകരുതൽ എടുക്കാൻ പറ്റൂ. ന്യായമായ ചോദ്യം. ഏതായാലും എനിക്കും നിനക്കും അല്ല എന്തെങ്കിലും സംഭവിക്കാൻ പോകുന്നത്, മറ്റു 3 പേർക്ക്. ആരൊക്കെയാ? ആനന്ദ്, അഖില, ശിവരാമൻ. നിന്റെയൊക്കെ തലവട്ടം കണ്ടപ്പോഴേ ആ പാവസുത കാലുപുരി പോയി. അവൾ പ്രാർത്ഥിക്കുന്നു. എടി, മരിച്ചവരെ ഫോട്ടോയ്ക്ക് മുമ്പിൽ നിന്ന് പരാതിയും പരിഭവവും സങ്കടങ്ങളും പറഞ്ഞാൽ അവരുടെ ആത്മാവിന് പോലും മോക്ഷം കിട്ടില്ല. വാവുകൾ തോറും എള്ളും പൂവും ഉണക്കലരിച്ചോറും സമർപ്പിച്ച് ആത്മാക്കൾക്ക് ബലിയർപ്പിച്ചാൽ മാത്രം പോരടി. ജീവിച്ചിരുന്നപ്പോൾ കൊടുക്കാത്തത് മരിച്ചിട്ട് കൊടുത്തിട്ട് എന്ത് പ്രയോജനം? ഉടൽ വിട്ടുപോയ ആത്മാവിന് ഈ മണ്ണുമായിട്ട് ഒരു ബന്ധവുമില്ല, വിണ്ണിലേ ഉള്ളൂ. അത് പരമാത്മാവുമായിട്ടുള്ള ബന്ധമാണ്. അതുകൊണ്ട് ചത്തു കഴിഞ്ഞ പാവത്തിന് ഇങ്ങനെ ശല്യം ചെയ്യരുത്. കൊള്ളാം ശ്രേയേട്ടാ. ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ അടുത്ത 1 മാസത്തെ ബിസിനസ് നീക്കങ്ങൾക്ക് ചെക്ക് വെക്കാൻ ഇത് തന്നെ ധാരാളം. പൂർണ്ണമായും അങ്ങനെ അങ്ങ് കരുതണ്ട. കാലത്തിന് അനുയോജ്യമായ രീതിയിൽ ബിസിനസ് പ്രോജക്ടുകൾ തെരഞ്ഞെടുക്കാനും നിലവിൽ ഉദ്ദേശിച്ച പ്രോജക്ടുകൾ മാറ്റിവെക്കാനും ഒക്കെ ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന് നിമിഷ നേരം മതി. പിന്നെ ഒരു കാര്യം, നമ്മൾ തിരിവെന്ന് കരുതി മാറ്റിവെച്ചിരിക്കുന്ന അരവിന്ദനും ചിലപ്പോ ബിസിനസ് കാര്യങ്ങളിൽ അതിബുദ്ധിയാണ്. എന്റെ തോന്നലാണോന്നറിയില്ല, പലപ്പോഴും അവൻ എന്നെ അങ്ങനെ അമ്പരപ്പിച്ചിട്ടുണ്ട്. അത് ശ്രീയേട്ടന്റെ വെറും തോന്നലല്ല ശ്രേയേട്ടാ, അവനിലൊഴുകുന്ന രക്തത്തിന്റെ ഗുണം. എപ്പോഴും അത് മറിഞ്ഞിരിക്കണമെന്നില്ലല്ലോ, ചിലപ്പോഴൊക്കെ അത് പ്രകടമായെന്നും വരും. എന്തായാലും ഇതിവിടെ ഇരിക്കട്ടെ. ചിലപ്പോ ഇതൊരു വജ്രായുധമായി മാറിയാലോ. ഡിവൈഎസ്പി വലവീശി തുടങ്ങി അല്ലേ പ്രിയങ്ക? അതെ ശ്രേയേട്ടാ, വെറും വലവീശലല്ല, ആഴക്കടൽ മത്സ്യത്തെ കൊടുക്കാനുള്ള വലവീശൽ. പക്ഷേ ആ വലവീശൽ ഒരു ഭാഗത്തേക്ക് മാത്രമേ ഉള്ളൂ എന്നതാണ് അതിന്റെ പ്രത്യേകത. പ്രിയങ്ക, നിന്നെ ഒറ്റയ്ക്ക് കാണുമ്പോ ചോദിക്കണമെന്ന് ബാക്കി വെച്ച ഒരു ചോദ്യമുണ്ട് എനിക്ക്. അതെന്താ ശ്രേയേട്ടാ അങ്ങനെ ഒരു ചോദ്യം? ആനന്ദ് ഏതാണ്ട് കൊല്ലപ്പെട്ടു എന്ന് ഉറപ്പായി കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമ്മളറിയാതെ നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാളാണെങ്കിൽ നമുക്ക് രക്ഷപ്പെടാനുള്ള പഴുതുകൾ വരെ അടഞ്ഞുപോകും. അപ്പോ ശ്രീയേട്ടന് വർമാങ്കിളിനെ സംശയമുണ്ടെന്നർത്ഥം? അതെ, അദ്ദേഹത്തെ മാത്രമല്ല, ഗംഗയെയും.